ഇറ്റ്സ് മീ. ഒരു കാർ വരുന്നത് കണ്ടു, അതാ തിരിച്ചു വന്നത്. കുറേ നേരം വാതിൽ തട്ടി ബെല്ലടിച്ചു. ദർ വാസ് നോ റെസ്പോൺസ് ആൻഡ് ദിസ് വിൻഡോ വാസ് ഓപ്പൺ. അതാ ഞാനിങ്ങനെ കയറി വന്നത്. എവിടെ നിങ്ങളുടെ ഹസ്ബൻഡ്? വിളിക്കൂ. മിസ്റ്റർ ശങ്കർ. ശങ്കർ ഇവിടെ ഇല്ല. ഹിസ് നോട്ട് ഹിയർ. ഓ ശരി. ആക്ച്വലി നിങ്ങളിപ്പോൾ പുറത്തു പോയതാണോ അതോ ഉള്ളിൽ വന്നതാണോ? സോ യു ആർ അക്യൂസിംഗ് എ പോലീസ് ഓഫീസർ? നോ സർ, ഐ വാസ് ജസ്റ്റ് ട്രൈങ് ടു. യുവർ നെയിം? അനു. ഓക്കെ മിസ്സസ് അനു, ഈ വീട് സെർച്ച് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ മാന്യതയ്ക്ക് നിങ്ങളുടെ ഭർത്താവ് വരുന്നത് വരെ കാത്തിരിക്കുന്നുവെന്ന് മാത്രം. സർ, സെർച്ച് എന്തിനാ ഇവിടെ സെർച്ച് ചെയ്യുന്നത്? ഓ, ഒന്നും അറിയാത്ത പോലെ. നോ സർ, എനിക്ക് ശരിക്കും ഐ ഡോണ്ട് നോ. നിങ്ങളുടെ ഹസ്ബൻഡ് ഇന്ന് പോക്കർ കളിച്ചില്ലേ? ഒരുപാട് പണം ജയിച്ചു എന്ന് എനിക്കറിയാം. എങ്ങനെ ജയിച്ചു എന്നതല്ല പ്രശ്നം. ആ പണം വന്ന വഴി കുറച്ച് കുഴപ്പമാണ്. വി ഹാവ് ഇൻഫർമേഷൻ ദാറ്റ് ഇറ്റ്സ് ഡർട്ടി മണി, ഹവാല, ടെററിസം, എക്സെട്ര എക്സെട്ര. സർ, ആർ യു ഗോയിങ് ടു അറസ്റ്റ് മൈ ഹസ്ബൻഡ്? അറസ്റ്റ് ചെയ്യാം, ചെയ്യാതെയും ഇരിക്കാം. സി മാം, ഞാനൊരു ശരാശരി പോലീസുകാരനാണ്. സർക്കാർ ശമ്പളം കൊണ്ട് ഇന്നത്തെ കാലത്ത് ചെലവൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുമോ? മാഡത്തിൻ്റെ ഹസ്ബൻഡുമായിട്ട് ഒരു ഡീലൊക്കെ ആയാൽ രണ്ടുപേർക്കും അത് നല്ലതല്ലേ? ഇനി സത്യം പറ, ആളകത്തില്ലേ? നോ സർ, ഞാനെന്തിനാണ് പറയുന്നത്? ഹിസ് നോട്ട് ഹിയർ. സാറിൻ്റെ എന്തെങ്കിലും കോൺടാക്ട് ഡീറ്റെയിൽസ് തന്നാൽ ഷാങ്കി വരുമ്പോൾ ഐ ആസ്ക് ഹിം ടു കോൺടാക്ട് യു. റേഞ്ചൊക്കെ കുറവുള്ള സ്ഥലമല്ലേ? വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വീണ്ടും വരണം. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. സോ ഞാൻ ഇവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യാം. സർ, അതല്ല, ഞാനിവിടെ ഒറ്റയ്ക്കാണുള്ളത്. സമയത്ര ലേറ്റ് ആയില്ലേ? അപ്പോൾ ഒരു പോലീസുകാരൻ കൂട്ടിനുള്ളത് നല്ലതല്ലേ? പ്രത്യേകിച്ചും ഈ ഓണം കയറാൻ മൂലയിൽ VIP പ്രൊട്ടക്ഷൻ അല്ലേ? സർ, ഞാനിവിടെ ഓക്കെയാണ്. ഇവിടെ 2 ഡോഗ്സ് ഉണ്ട്. അല്ല, സാറ് വരുമ്പോൾ ദ ഡോഗ്സ്. നായ്ക്കൾ എങ്ങനെ എന്നെ കടത്തി വിട്ടു എന്നാണോ? ഐ നോ ഹൗ ടു ഹാൻഡിൽ ഡോഗ്സ്. കുറച്ചു കാലം ഡോഗ് സ്ക്വാഡിലായിരുന്നു. എന്നാലും കുഴപ്പമില്ല. സാർ പോയിട്ട് നാളെ വരും. ഐ ആം ഓക്കെ ഹിയർ. ഞാൻ നിങ്ങളെ ശല്യം ചെയ്യാനൊന്നും പോകുന്നില്ല മാം. നിങ്ങളുടെ ഹസ്ബൻഡ് വന്നിട്ടേ ഞാൻ പോകൂ. ഐ ടോൾഡ് യു ദാറ്റ് സ്ട്രൈക്കിംഗ് എ ഡീൽ നൗ ഈസ് ഗുഡ് ഫോർ അസ്. നാളെ രാവിലെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആരെങ്കിലും മണത്ത് പിടിച്ച് വന്നാൽ സംഗതി കൈവിട്ട കേസാവും. സോ റിലാക്സ് നൗ ആൻഡ് ഗോ ഗെറ്റ് മീ എ കോഫി പ്ലീസ്. കോഫി പ്ലീസ് മാഡം. രാത്രി കള്ളനെ പോലെ വന്നിട്ട് അവൻ്റെ ഒരു കാപ്പി. ഫിൽറ്റർ കോഫീസ് ഓക്കെ മാം. ഹോ, എന്താ വീട്, എന്താ ലൈഫ് സ്റ്റൈൽ. കാശുണ്ടെങ്കിൽ പിന്നെ എന്തോ ആവാലോ. മല്ലേശ്വരം സ്റ്റേഷനിലെ പോലീസ് ഓഫീസറെ കൂടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ വെടിവെച്ച് കൊലപ്പെടുത്തി. സബ് ഇൻസ്പെക്ടർ ബാബു തോമസാണ് വെടിയേറ്റ് മരിച്ചത്.
ആ സ്റ്റേഷനിലെ തന്നെ മറ്റൊരു ഉദ്യോഗസ്ഥനാണ് തന്റെ സഹപ്രവർത്തകനെ വെടിവെച്ചതെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട്. ഇതുവരെ പേര് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ASI റാങ്കിലുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനാണ് കൃത്യം നിർവഹിച്ചത് എന്നാണ് സൂചന. ബാബു തോമസിനെ കൂടാതെ അതേ സ്റ്റേഷനിലെ കോൺസ്റ്റബിൾമാരായ PC പ്രസാദ്, KN ദിലീപ്കുമാർ എന്നിവർ പിടിയിലായിരുന്നു. ഇവരിരുവരെയും ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CI ബാബു തോമസ് സംഭവ സ്ഥലത്ത് വച്ച് തന്നെ മരണപ്പെട്ടു എന്നാണ് പോലീസ് നൽകുന്ന വിവരം. സ്റ്റേഷനിൽ നടന്ന ആക്രമണത്തിന് ശേഷം പ്രതി തോക്കുമായി രക്ഷപ്പെടുകയായിരുന്നുവെന്നും പോലീസ് അറിയിച്ചു. പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള അപ്രതീക്ഷിതമായുള്ള വെടിവെച്ചുകൾ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന സ്കൂളിലെ വിദ്യാർത്ഥികളെയും പരിഭ്രാന്തരാക്കി. വിദ്യാർത്ഥികളും പരിസരവാസികളും ഒക്കെയുമായി ഒരു വൻ ജനാവലി തന്നെ സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുന്നതായി ഞങ്ങളുടെ റിപ്പോർട്ടർ അറിയിക്കുന്നു. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട പോലീസിന്റെ നിരുത്തരവാദിത്തപരമായ പെരുമാറ്റത്തെ ജനം ആശങ്കാകുലരാണെന്നാണ് പരിസരവാസികളുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. മാം, ഹാൻഡ് ഗ്രൗണ്ട് കോഫി. What an aroma. രക്ഷപ്പെട്ട ഉദ്യോഗസ്ഥൻ 2 മാസം Yeah. വരെ മാനസിക ചികിത്സയിലായിരുന്നു. അസുഖം പൂർണ്ണമായും ഭേദമാകുന്നതിന് മുമ്പ് ജോലിയിൽ പ്രവേശിച്ചതാകാം പ്രതിയെ അക്രമാസക്തനാക്കിയത് എന്ന് സ്റ്റേഷനിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ ചികിത്സാ വിവരങ്ങൾ പരിശോധിക്കാതെ അയാളെ ജോലിയിൽ പ്രവേശിക്കാൻ അനുവദിച്ചതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന നിർബന്ധത്തിലാണ് നാട്ടുകാർ. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് രക്ഷപ്പെട്ട ഈ ഉദ്യോഗസ്ഥന്റെ മാനസികാസ്വാസ്ഥ്യം മാറാത്തതുകൊണ്ടും ഇയാളുടെ കയ്യിൽ തോക്കുള്ളതുകൊണ്ടും പൊതുജനങ്ങൾ ശ്രദ്ധ അവൻ എവിടെയാണെന്ന് പോലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. You are never gonna catch him. മാം, കോഫി റെഡിയാണോ? ഒരു പോലീസുകാരൻ തന്റെ സുപ്പീരിയറിന് വെടിവെച്ചു വന്നു. അവനെ പിടിക്കണം, അറസ്റ്റ് ചെയ്യണം എന്നാണ് അവർ പറയുന്നത്. പക്ഷെ എന്തിനാണ് അയാൾ അങ്ങനെ ചെയ്തതെന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? സൂപ്പർബ് കോഫി മാം, സൂപ്പർബ് കോഫി. ഞാൻ പറഞ്ഞു വന്നത്, എന്തുകൊണ്ടാ ചെയ്തത്? ഫ്രസ്ട്രേഷൻ മാം, ഫ്രസ്ട്രേഷൻ. ഒരു സാധാരണ പോലീസുകാരൻ എന്തൊക്കെ ചെയ്യേണ്ടി വരുന്നുവെന്ന് വല്ല ഐഡിയ ഉണ്ടോ മാമിന്? എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുന്നു? എന്തെങ്കിലും നല്ലത് ചെയ്യണം. പ്രൊട്ടക്ട് ദി ഗുഡ്, പണിഷ് ദ ബാഡ്. എന്തൊക്കെ സ്വപ്നം കണ്ട് ജോലിക്ക് കയറുന്നത്? ബട്ട് ദിസ് ഈസ് ദ റിയാലിറ്റി. രാത്രി എന്നോ പകലെന്നോ നോക്കാതെ ഡെഡ് ബോഡിക്ക് വരെ കാവൽ നിൽക്കണം. പട്ടിയെ പോലെ ഓടിച്ചിട്ട് കള്ളനെ പിടിച്ച സീനിയർ ഓഫീസർ വിളിച്ചിട്ട് പറയും, അവനെ വിട്ടിട്ട് ഞാൻ പറയുന്ന പണി ചെയ്താൽ മതിയെന്ന്. ഒരു നേരം പോലും കഴിക്കാൻ പറ്റാതെ ഡ്യൂട്ടി ചെയ്യുന്നതിനിടയിൽ റൗണ്ട്സിന് വന്നിട്ട് സീനിയർ ചോദിക്കും, നീ തിന്നാൻ വേണ്ടിയിട്ടാണോ ജോലിക്ക് വന്നതെന്ന്. അതും പോരാതെ ഫോണിൽ വിളിച്ചുള്ള ടോർച്ചർ. ഉറങ്ങാൻ പറ്റില്ല, ഉണ്ണാൻ പറ്റില്ല, ഒന്നും മുള്ളാൻ പോലും പറ്റില്ല. എന്റെ വൈഫിന്റെ കൂടെ ഇരിക്കും മാം. എന്തിനാ നിൽക്കുന്നത്? പ്ലീസ് സിറ്റ്. ഇങ്ങനെയിട്ട് ഞങ്ങളെ കഷ്ടപ്പെടുത്തിയിട്ട് ഈ സുപ്പീരിയേഴ്സ് നിങ്ങളുടെ ഹസ്ബൻഡിനെ പോലുള്ള ബിസിനസ്സുകാരെ മുതലെടുത്ത് ലൈഫ് എൻജോയ് ചെയ്ത് നടക്കുന്നു. എന്നിട്ട് ഞങ്ങളെ പ്രഷർ ചെയ്യും, ടോർച്ചർ ചെയ്യും.
പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? ആരായാലും റിയാക്ട് ചെയ്യും. അപ്പോൾ ഒരു ഫ്രസ്ട്രേറ്റഡ് പോലീസ് ഓഫീസറോട് ഓവർ സ്മാർട്ട് ആവാൻ നോക്കിയ ഐ വിൽ ഡെഫിനറ്റ്ലി റിയാക്ട്. എന്താ മാം, പേടിച്ചോ? ഓ, ഞാനാണ് ആ പോലീസുകാരൻ എന്നാണോ മാഡം വിചാരിച്ചിരിക്കുന്നത്? ബെസ്റ്റ്. ഇപ്പോൾ കിട്ടിയ വാർത്ത, കൃത്യം നടത്തിയ ഇതാണ് ആ പോലീസുകാരൻ. പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്ന 38 വയസ്സുള്ള കെ ശിവകുമാർ എന്ന ഉദ്യോഗസ്ഥരെ കുറിച്ച് ഏതെങ്കിലും ആംഗിൾ എന്നെ പോലുണ്ട്. താഴെ കാണുന്ന നമ്പറുകളിൽ വിളിച്ചറിയിക്കണമെന്ന് റൂറൽ SP ശ്രീകാന്ത് ശർമ്മ അറിയിച്ചു. ഞാനാണ് ആ ഭ്രാന്തനെന്ന് വിചാരിച്ചു കളഞ്ഞില്ല. ശരിക്കും എന്നെ കണ്ട വട്ടണം തോന്നോ? പക്ഷേ ഫ്രസ്ട്രേഷന്റെ കാര്യം പറഞ്ഞത് അത് സത്യം തന്നെയാണ് കേട്ടോ. But I can tell you that you too are frustrated. Helplessness. മാമിന്റെ മുഖത്ത് ആ ഒരു നിരാശയുണ്ട്. I can understand. ഷഷ്ടി പൂർത്തി കഴിഞ്ഞ ഒരാളുടെ ഭാര്യയായി കഴിയണമെന്ന് പറഞ്ഞാൽ that for someone as beautiful as you. ഷൺമുഖം, എനിക്ക് തരാനുള്ള പണത്തിന് പകരമായിട്ട് കാണണ്ട. I'm just proposing like a gentleman. നിങ്ങൾ അയാളെ എത്ര ഹാപ്പിയാക്കി വെക്കണമെന്ന് ആശിച്ചാലും for them you are just an accusation, a toy, a trophy that they have won. എത്ര വേണമെങ്കിലും എടുത്തോ. നിന്റെയും കൂടി കാശാണ്. നമ്മൾ ഒരുമിച്ച് ജയിച്ച കാശാണ്. നിന്റെ അച്ഛൻ എനിക്ക് തരാനുള്ളതിലും കൂടുതൽ ഇതിലുണ്ട്. സോ യു ആർ ഫ്രീ നൗ. You can take all this and I wish you a happy, wonderful life. Okay? I don't want your life to be spoiled by a 60-year-old man. Just leave. Why you're getting so scared? യജമാനത്തിയായിരുന്നാൽ അടങ്ങിയിരിക്കും. വേലക്കാരിയെ പോലെ പേടിച്ച കടിച്ചു കീറും.
ചാൻസ് കിട്ടിയ എൻ്റെ കാശും എടുത്ത് ഓടിപ്പോകുമല്ലേ?